നീ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാവാടാ. അതെ അതെ അതെ. തപ്സിക്കുട്ടി എന്തൊരു ഭംഗിയായത്. നല്ല ഉടുപ്പല്ലേ? ഉഗ്രം നല്ല ഉടുപ്പ്. കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതെങ്ങനെ ഈ സൗന്ദര്യം കൂടുന്നത്? അതെങ്ങനെയാ അങ്ങനെ കൂടി വരുന്നേ? അതെന്താ? മേക്കപ്പിന് ഒരു പരിധിയില്ലേ മോളെ? ചുമ്മാ ഒരു മേക്കപ്പ് ഇടുന്നു എന്നല്ലേ ഉള്ളൂ. അല്ലാതെ ജന്മനാലുള്ള ഈ സൗന്ദര്യം എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര വർധന? കഴിക്കുന്നുണ്ടോ? സൗന്ദര്യം കൂടാനായിട്ട് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ? അയ്യോ, അല്ലാതെ ഇങ്ങനെ പാല് കുടിക്കോ? എണ്ണ തേക്കാറുണ്ടോ മുഖത്ത്? എണ്ണ തലക്ക് തേക്കോ? ചിലപ്പോ തലേന്ന് ഇറങ്ങുന്ന മുഖത്ത് അതാ ഗ്ലോ. അതെ അതെ, ആ സൗന്ദര്യം വന്നേക്കണത്. പിന്നെ പാല് കുടിക്കും, എന്നും കുടിക്കും. പോരെ, പാലിന്റെ കളവെന്താ? വെള്ളം. അപ്പം പാല് കുടിച്ചോണ്ടിരുന്ന വെളുത്ത് വെളുത്ത് വരും. വെറുതെ അല്ല. മകളെ വിശേഷം വല്ലതും ഉണ്ടോ? അവളിനി എന്നും 2 ഗ്ലാസ് പാല് കുടിക്കും. നാട്ടിൽ പോയിരുന്നോ? എന്നിട്ട് അവിടെ എന്തൊക്കെയാ വിശേഷം? അവിടെ എന്തൊക്കെയാ വിശേഷം? ആറാട്ടുമിഠായി എന്താ കൊണ്ടുവരാത്തെ? ആറാട്ടുമിഠായി ഞാൻ കൊണ്ടുവന്നിനി. നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. ഞങ്ങൾക്ക് വില്ലയിലേക്ക് കൊണ്ടുപോയിനി. അപ്പൊ തീർന്നു, അത് കിട്ടില്ല. അപ്പൊ മോളെ ഏത് പാട്ടാ പാടുന്നേ? അമ്പിളി മാമ അമ്പിളി മാമ കുമ്പിളിൽ എന്താണ്? അങ്ങനെയാണോ? അങ്ങനെ പാട്ടുണ്ടോ? നമ്മൾ അമ്പിളി അമ്മാവാ കുമ്പിളി. പിന്നെ അമ്പിളി മാമ അമ്പിളി മാമ അമ്പിളി മാമ കുമ്പിളിൽ എന്താണ് അമ്പിളി മാമ. അതാണോ? അങ്ങനെയാണോ? ഫീല് മാറ്റിട്ട് പാടുന്നേ. ഫീല് മാറ്റിയോ? ഇങ്ങനെ മാറ്റി പാടല്ലേ? ഫീല് മാറ്റിയോ? അമ്പിളി മാമ അമ്പിളി മാമ കുമ്പിളിൽ എന്താണ്? കൊച്ചിന്റെ തെറ്റിപ്പോന്ന് തുടക്കം ഇങ്ങനെ. ഫീലാണോ? അമ്പിളി മാമ അതല്ലേ? ആ ഫീലാണോ? അമ്പിളി മാമ അല്ല, ഇതല്ല. അമ്പിളി മാമ ഫീല് അമ്പിളി മാമ കുമ്പിളിൽ എന്താണ് അമ്പിളി മാമ. ഈ ഫീലല്ല. ഈ ഫീലല്ല അത്. അമ്പിളി മാമ അമ്പിളി മാമ കുമ്പിളിൽ എന്താണ്? ഇത് മറ്റേ പാവപ്പെട്ടവരെന്നുള്ള പടത്തിലേ അല്ലേ? കണ്ടോ? സംഗീതം മ്യൂസിക്കാരാ? മ്യൂസിക് ഇല്ല മോള് മിടുക്കി. വന്നു. ലിറിക്സ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു വലിയ കടുപ്പ കേട്ടോ നമ്മളിവിടെ. ഈ ഭാസ്കരൻ മാഷ്. അതെ. സിനിമ പാവപ്പെട്ടവള് വർഷം 1967. അപ്പൊ എന്നെ പറ്റി ഉദ്ദേശിച്ചുള്ള സിനിമയായിരിക്കും. സത്യം സത്യം കേട്ടോ. റിമി ചേച്ചിക്ക് വേണ്ടിയുള്ള സിനിമയാണ്. മിക്ക സിനിമയുടെ പേര് ഓപ്പോസിറ്റ് ആണല്ലോ. ഡേഞ്ചർ ഓവർ വരുന്നൊരു ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ഇതിനെ പറ്റി സംസാരിക്കുന്നത് എനിക്ക് അത്ഭുതം കേട്ടോ. അത് ഭയങ്കരല്ലേ. പാവപ്പെട്ടവരാ ഇവിടെ. പണ്ട് ഞാൻ ഫുഡ് എടുത്തപ്പോഴേ ജയസൂര്യ തോന്നുന്നു ആരോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ എടുത്തു, എനിക്കെല്ലാം വേണമെന്നുള്ളൊരു രീതിയിലാ. കാരണം ആർത്തി മൂത്ത് വട്ടായതാണോ എന്ന് ചോദിക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫുഡ് എടുത്തു കഴിഞ്ഞ് തിരിഞ്ഞപ്പോ എന്റെ പുറകിൽ വലിയൊരു ക്യൂ. കാരണം ആൾക്കാർ തിരിച്ചു എന്റെ എവിടുന്നാണ് ബൂഫ തുടങ്ങുന്നതെന്ന്. ചേച്ചിയുടെ പാത്രത്തിലല്ല എന്റെ പാത്രത്തിൽ ക്യൂ ആൾക്കാർ, കാരണം ഇവിടുന്ന് എടുക്കാലോ. അപ്പൊ എന്തായിരിക്കും എടുത്തിരിക്കുന്നത്? ആൾക്കാരെ തെറ്റിദ്ധരിച്ചു. മക്കളെ എന്താ പാടിയാലോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അമ്പിളി
കൊള്ളാലോ. അതെന്തായിരുന്നു ആ പോസ്? മക്കളെ ഒന്നുകൂടെ കാണിച്ചു. അവിടെ എങ്ങനെയാ അത് എങ്ങനെയാ? ആ പോസ് ഇങ്ങനെ നിന്ന്. അമ്പിളി മാമ തുമ്പിളിയിൽ എന്താണ്? ഇങ്ങനല്ല ഇങ്ങനല്ല കുറച്ച് മാറി. തുമ്പിളിയിൽ എന്താണ്? എങ്ങനെ? കുമ്പിളിൽ എന്താണ്? ഇത് ആരാ പഠിപ്പിച്ച എങ്ങനെ? ഇത് ഞാൻ എന്നെ പഠിച്ചത്. തന്നെ പഠിച്ചതാ? പിന്നെ അതായത് ആ നിക്കുമ്പോഴത്തേക്ക് സാധാരണ എല്ലാവരും നിക്കുന്ന കണ്ടിട്ട് ഇങ്ങനൊക്കെ നിക്കുന്ന പല പോസുകളൊക്കെ കണ്ടില്ലേ? അതുപോലെ അപ്പൊ കുഞ്ഞിന് തോന്നി എനിക്കായാലും എന്താ പറഞ്ഞ അപ്പൊ കുമ്പിളിൽ എന്താണ്? സൂപ്പർ പാട്ടും സൂപ്പർ, ആക്ഷൻസ് സൂപ്പർ, തലയിൽ എല്ലാം കിടും. തലയിൽ കെട്ടിയേക്കുന്ന സൂപ്പർ. സ്റ്റൈലാ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? നിങ്ങൾക്ക് എന്ത് ഈ തലമുടി ജീവി ഇങ്ങനെ ഞങ്ങൾക്കത് മതി. ഇങ്ങനെ ഞങ്ങൾക്ക് അത്രയും ചെയ്താ മതി. അല്ല മീനുട്ടി, അല്ലേ ശ്രീകുടി ചേട്ടാ? ഞങ്ങൾക്ക് എന്തൊക്കെ വെറൈറ്റി ട്രൈ ചെയ്യാം. ഭയങ്കര നമുക്ക് അത്ര variety. ചെയ്താ മതി. നിങ്ങൾക്ക് എന്തൊക്കെ പാടി നിങ്ങൾക്ക് കമ്മല് വെക്കാം, പൊട്ട് തൊടാം, കണ്ണെഴുതാം, എന്തൊക്കെ തലമുടി പാടി കഴിക്കണം? പല സ്റ്റൈലിൽ അല്ല, എന്തൊക്കെ പാടി കഴിക്കണം? ഒരു സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ പാട്? പിന്നി വെക്കാം. രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ ആ. ഞങ്ങള് നല്ല വൃത്തിയായി ശുദ്ധമായിട്ട് വന്നിട്ട് ശകലം മേക്കപ്പ് പൗഡർ ഇട്ട് തലമുടിയും ജീവിയുടെ വരും. ഞങ്ങള് നിങ്ങൾ ശുദ്ധമായിട്ട് അങ്ങനല്ല. പിന്നെ എങ്ങനെയാ? കാലത്ത് എണ്ണീറ്റാ നേരെ ഇങ്ങോട്ട് വരും. അതിന് മോത്തൊക്കെ വാരി തേച്ച് നമ്മുടെ വീട്ടിലായിരുന്നല്ലോ. ആ മേക്കപ്പ് ഞങ്ങള് നല്ല ശുദ്ധമായിട്ടാ ഇവിടുത്തെ വരുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണം പല്ലൊക്കെ തേച്ചു തരാൻ. അല്ലല്ല, പല ചേട്ടന്മാരും എന്താ വിചാരിക്കാൻ പറയട്ടെ, എന്റെ പൊന്നു റീമിയും വീട്ടിൽ ഒരാൾ ഒരുങ്ങിയിട്ട് തന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല. ഭാര്യയും ഭർത്താവും കൂടെ അപ്പൊ ഒരുങ്ങിക്കൊണ്ടിരുന്ന അവസ്ഥ ഒന്ന് ആലോചിക്കുക. ആ, അതുകൊണ്ടാണ് രണ്ടുപേരും കൂടെ ഒരുങ്ങിയിട്ട് എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ? ഇവർക്ക് എന്തൊക്കെ പാട് കഴിക്കണം അല്ലേ ശ്രീകുടി ചേട്ടാ? അതിന് എന്തൊക്കെ വേണം പാട് കഴിച്ചാലേ സൗന്ദര്യം ഉണ്ടാവും? വേണം. അതിന് യോഗം, വേണം ഒരു യോഗം. യോഗം. പെണ്ണായി പിറക്കാനും വേണം എന്തൊക്കെ ഒരു യോഗം. ചെയ്താലാ ഈ ഒരു സൗന്ദര്യം ഞങ്ങൾക്ക് എന്തൊരു വരുന്നത്? ഈസിയാ. കണ്ണ് എഴുതുന്നില്ല, പിരിയം എഴുതുന്നില്ല, മുടി ചെയ്യുന്നു. സാധാരണ ഒരു ജീവ്, ഒരു ചീവല്, അത്രേ ഉള്ളൂ. എന്നിട്ടാണ് ഞങ്ങൾക്ക് ഇത്ര സൗന്ദര്യം. ആ എന്തോ സത്യത്തിൽ കരയും വീട്ടിൽ പോയി അയ്യോ ഒരു പെണ്ണായാ മതിയായിരുന്നു. ഉള്ളി കരയുന്നുണ്ട്, സാരമില്ല. ഉണ്ട്. കുഴപ്പമില്ല, അങ്ങനെ ആശ്വസിക്കട്ടെ അല്ലേ ശ്രീകുടി ചേട്ടാ? മക്കളെ നന്നായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി കേട്ടോ. ഇതോടും Hey Tapsi, എന്താ? how are you? എന്ത് ഭംഗിയായിട്ടാ പാടിയത്. കാണാനും സുന്ദരി കുട്ടിയായിട്ടുണ്ട്. പാട്ട് നല്ല സുന്ദരമായിട്ട് പാടി. മിടുക്കിയായിട്ട് പാടി. അടിപൊളിയായി. നല്ല രസമുണ്ടായിരുന്നു. ആക്ഷൻസ് ഒക്കെ കാണാൻ ഇടയ്ക്കുള്ള ചില ആക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? എന്താണ് എന്താ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ. പിന്നെ അവസാനത്തെ പോസ്. ഓ എന്താ ഞങ്ങൾ രണ്ടുപേരും കൂടെ പറയാട്ടോ, സൂപ്പർ ആയിരുന്നു കേട്ടോ. സ്റ്റൈൽ ക്വീൻ എന്ന് വിളിക്കാം. അമ്പിളി അമ്മാവനെ പറ്റി നമ്മള് അമ്പിളി അമ്മ ഇതായിരുന്നു നമ്മൾ എപ്പോഴും പാടുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പാട്ട് ആരെങ്കിലും ശ്രദ്ധിച്ചോ? അമ്പിളി അമ്മാവൻ എന്തോ ഒരു സങ്കടം വന്നിട്ടുണ്ടാവും. ഈ പാട്ട് ഉണ്ടാക്കിയവർക്ക് സങ്കടം വന്നിട്ടുണ്ടാവും. 67 തൊട്ട് മാമൻ കരഞ്ഞോണ്ടില്ല. ഇപ്പോഴാണ് ഒന്ന് ചിരിച്ചത്. ഈ പാട്ട് ഇവിടെ പാടിയപ്പോ. അപ്പൊ പുതിയൊരു അമ്പിളി അമ്മാവൻ പാട്ടും കൂടെ നമുക്ക് കിട്ടി. അമ്പിളി മാമ കുമ്പിളിൽ എന്താണ്, കുമ്പിളിൽ എന്താണ് എന്തുണ്ട് എന്താണ്? സത്യത്തിൽ അമ്പിളി അമ്മാവന്റെ കുമ്പിൾ എവിടെയത്? കുമ്പിളെന്ന് പറയുമ്പോ വയറാണ്. ഓ അതാ ഉദ്ദേശിക്കുന്നേ. ഓക്കെ ചക്രേ, അടിപൊളി. Yes, all the best. Thank you. സോ ആട്ടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുക്കുരേ. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാൻ. അതെന്ത് കാര്യാണ്? വിഷ്ണു മാമൻ എപ്പോഴും എന്നെ ഉപദ്രവിച്ചോ? ഫുഡ് കഴിക്കുമ്പോ അല്ലയോ? എപ്പോഴും വെള്ളം വാങ്ങിച്ചു വെക്കൂ. എനക്ക് കുടിക്കാൻ തരില്ലേ ഇല്ല. പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുന്നില്ലേ? കൊച്ചിനെ വെള്ളം കുടിപ്പിക്കണില്ലേ? ഇല്ല. എവിടെ വിഷ്ണു? ജഡ്ജസ് ഒക്കെ ഞെട്ടി തെറിച്ചു പോയി. ഗ്രൂമിങ്ങിന് പോയപ്പോഴും അവിടെ ഇരുത്തിട്ട് കണക്കും പഠിപ്പിക്കാനിരിക്കുന്നു. കണക്ക് പഠിപ്പിക്കണോ? അവിടെ പോയിട്ട് കണക്ക് പഠിപ്പിക്കുന്ന തന്നെ. അത് ശരി, അതും വലിയ പ്രശ്നമായി. വിടുന്നേ ഇല്ല. ഇതൊക്കെ തെറ്റാ. ഇതൊരു ദ്രോഹിയാണോ അതെ, അതെ. കണ്ടാ പറയൂ. കണ്ടാ ഞാനൊക്കെ എന്തോരം അല്ലേ ആരാധിക്കുന്ന വിഷ്ണു കണക്കൊക്കെ മാമൻ. പഠിപ്പിക്കുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. അതെ. ശ്ശോ. ശ്ശോ, MJ പോട്ടെ മോളെ, സാരമില്ല. ഞാനേ അടിക്കാം. വിഷ്ണുവിനെ റെഡിയാക്കി. ഒരു മയത്തി കൊടുത്താ മതി കേട്ടോ. തട്ടിക്കളഞ്ഞ മയത്തിൽ മതിയല്ലോ. മതി മതി. ശരി, നടേശ കൊല്ലണ്ട. ഇല്ല. ഓക്കെ മോളെ, ബൈ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ചേട്ടാ വിഷ്ണുമാമന്റെ കാര്യം ഏറ്റു. ബൈ. ഓക്കേ.